അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 78, പേജ് 113. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على سيدنا محمد وآله وصحبه. മുസന്നിഫ് ഇബ്നു മാലിക് തങ്ങളുടെ മേൽ മൂന്നാമത്തെ മൻഅ് കൊണ്ടുവരുന്നു. അതായത് ഒരു ലഫ്ലിയത്തായ മുനാക്കശ മാത്രമാണ് ഇത്. അതായത് ഇബ്നു മാലിക് തങ്ങൾ, അതാണ് ആ ഖായിൽ എന്ന് പറഞ്ഞ ഖായിൽ ആരാണ്? ഇബ്നു മാലിക് തങ്ങളാണ്. ഇബ്നു മാലിക് തങ്ങൾ മുസ്നദ് ഇലൈഹി കുല്ല് ഇല്ലാതെ പിന്തി വന്നു മുസ്നദ് നഫിന്റെ ഹർഫിനോട് അന്വരിക്കുകയും ചെയ്തു. അതായത് ലം യക്കും ഇൻസാനുൻ, ഇത് സാലിബത്തുൽ മുഹ്മലത്താണെന്നും ഈ സാലിബത്തുൽ മുഹ്മലത്ത് സാലിബത്തുൽ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലാണെന്നും സാലിബത്തുൽ കുല്ലിയത്തിന്റെ ഖുവ്വത്തിൽ ലം യക്കും ഇൻസാനുൻ എന്ന സാലിബത്തുൽ മുഹ്മലത്ത് ആകാറുള്ള കാരണം ലി ഉറൂദി മൗളൂഇഹ എന്നാ പറഞ്ഞത് അല്ലേ? അതിന്റെ മൗളൂഅ് വന്നതിന് വേണ്ടി ഫീ സിയാഖിൻ നഫി ലി ഉറൂദി മൗളൂഇഹ ലം യക്കും ഇൻസാനുൻ എന്ന ഖളിയയിലുള്ള ആ സാലിബത്തുൽ മുഹ്മലത്തിന്റെ മൗളൂഅ് ഫീ സിയാഖിൻ നഫി, നഫിന്റെ സിയാഖിൽ വന്നതിന് വേണ്ടിയാണ് അത് സാലിബത്തുൽ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലായത് എന്ന് പറഞ്ഞു. അത് മുസന്നിഫ് പറയുന്നത് നഫിന്റെ സിയാക്കിൽ നക്കിറ വന്നാൽ സാലിബത്തുൽ കുല്ലിയത്ത് തന്നെയാകും ഖളിയ, ആരല്ല? സാലിബത്തുൽ മുഹ്മലത്ത് അല്ല. സാലിബത്തുൽ മുഹ്മലത്താണെന്നാണ് ഖായിൽ പറഞ്ഞത്. പക്ഷേ മൗളൂഅ് നഫിന്റെ സിയാക്കിൽ വന്നതുകൊണ്ട് സാലിബത്തുൽ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലാണ്. മുസന്നിഫ് പറയുന്നത് ലം യക്കും ഇൻസാനുൻ എന്ന ഖളിയയിൽ ഇവിടെ മൗളൂഅ് നഫിന്റെ സിയാക്കിൽ വന്നതുകൊണ്ട് ഈ ഖളിയ സാലിബത്തുൽ കുല്ലിയത്താണ്, ആരല്ല? സാലിബത്തുൽ മുഹ്മലത്ത് അല്ല എന്നാണ് മുസന്നിഫ് ഖണ്ഡിക്കുന്നത്. മുസന്നിഫ് എതിർക്കുന്നത് അവിടെയാണ്. പറയട്ടെ, വലി അന്നൻ നക്കിറത്തൽ മൻഫിയത്ത, വിഷയത്തിലേക്ക് തുടങ്ങുകയാണ്. മൻഫിയത്തായ നക്കിറത്ത് ഇതാ അമ്മത്ത്, അത് എല്ലാ അഫ്റാദിനെയും ഉൾപ്പെടുത്തുന്ന സമയത്ത്, എല്ലാ അഫ്റാദിനെയും അത് ഉൾപ്പെടുത്തുമ്പോൾ കാന കൗലുന, നമ്മുടെ കൗലാകും ലം യക്കും ഇൻസാനുൻ, ലം യക്കും ഇൻസാനുൻ എന്ന കൗലാകും സാലിബത്തൻ കുല്ലിയത്തൻ, സാലിബത്ത് കുല്ലിയത്ത് ആകും, ലാ മുഹ്മലത്തൻ, സാലിബത്ത് മുഹ്മലത്ത് അല്ല. സാലിബത്ത് മുഹ്മലത്താണെന്നാണ് ആര് പറഞ്ഞത്? ഖായില് പറഞ്ഞത്. പക്ഷേ ഖായില് സാലിബത്തുൽ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലുള്ള സാലിബ മുഹ്മലാന്നാ പറഞ്ഞത്. മുസന്നിഫ് പറഞ്ഞത് അത് സാലിബത്ത് മുഹ്മലത്ത് അല്ല തന്നെ, ഈ ഖുവ്വത്തിലാക്കണ്ട, അത് സാലിബ കുല്ലിയത്താണ് എന്നാണ് മുസന്നിഫിന്റെ ദഅവ. കമാ ദക്കറുഹു, അത് മുഹ്മലത്തല്ല സാലിബ കുല്ലിയത്താണെന്ന്, മുഹ്മലത്തല്ലാന്നും സാലിബത്തുൽ കുല്ലിയത്താണെന്നും പറഞ്ഞതുപോലെ ഹാദൽ ഖായിലു, ഈ ഖായില് തന്നെ. കാരണം സാലിബ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലാണ് ലി ഉറൂദി മൗളൂഇഹ ഫീ സിയാഖിൻ നഫി എന്ന് ഖായില് പറഞ്ഞല്ലോ.
അവ കായില് ഈ ഇല്ലത്ത് പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് മനസ്സിലായി? അത് സാലിബ കുല്ലിയത്താണെന്ന് സമ്മതിച്ചതുപോലെയായി. അതാണ് കമാദക്കറഹു ഹാദൽ കായിലു. അത് മുഹമ്മല അത്ത് അല്ല എന്ന് ഈ കായില് പറഞ്ഞതുപോലെ. കാരണം ലി അന്നഹു തീർച്ചയായിട്ടും കാര്യം കത് ബുയ്യിന ഫീഹ ഈ ലംയക്കും ഇൻസാനുൻ എന്ന കദിയയിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. എന്ത്? അന്നൽ ഹുക്കുമു മസ്ലൂബുൻ അൻ കുല്ലി വാഹിദിൻ മിനൽ അഫ്റാദിൽ നിന്ന് ഓരോ ഫർദുകളെ തൊട്ടും ഹുക്കുമിനെ സെൽബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അതിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ലംയക്കും ഇൻസാനും ഒരു ഇൻസാനും നിന്നിട്ടില്ല. അവ ഈ ഫർദും നിന്നിട്ടില്ല, ആ ഫർദും നിന്നിട്ടില്ല എന്നാണ് ഇതിലുള്ള ഹുക്കുമ്. കുല്ല് ഫർദിനെ തൊട്ട് ഹുക്കുമിനെ നഫി ചെയ്യുമ്പോൾ അത് സാലിബത്തുൽ കുല്ലിയത്താണല്ലോ ആവുക, സാലിബ മുഹമ്മലയല്ല. വൽ ബയാനു ആ വ്യക്തമാക്കൽ. ഏത് വ്യക്തമാക്കൽ? കുല്ല് ഫർദിനെ തൊട്ട് ഹുക്കുമിനെ സെൽബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയല്ലോ. ആ വ്യക്തമാക്കൽ ലാ ബുദ്ദ ലഹു മിൻ മുബയ്യിനുൻ അതിനൊരു വ്യക്തമാക്കുന്നത് കൂടാതെ കഴിയൂല. കുല്ല് വാഹിദിനെ തൊട്ട് ഹുക്കുമിനെ സെൽബ് ചെയ്യൽ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ വ്യക്തമാക്കുന്നൊരു ഫായില് വേണം. ആ മുബയ്യിൻ ആരാണ്? ഫലാ മഹാലത്ത. അപ്പോൾ വൽ ബയാനോ കുല്ല് ഫർദിനെ തൊട്ട് ഹുക്കുമിനെ സെൽബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന ബയാൻ എന്ന് അതിൽ വ്യക്തമാക്കി എന്ന് പറഞ്ഞു. ആ വ്യക്തമാക്കൽ ലാ ബുദ്ദ ലഹു ആ ബയാനിന് കൂടാതെ കഴിയൂല. എന്ത്? മിൻ മുബയ്യിനിൻ ഒരു മുബയ്യിന് കൂടാതെ കഴിയൂല. ഒരു ബയാൻ, ഒരു വ്യക്തമാക്കൽ അവിടെ ഉണ്ടെങ്കിൽ ഒരു വ്യക്തമാക്കുന്ന സാധനവും വസ്തുവും അവിടെ ഉണ്ടാവണം. ഒരു മുബയ്യിൻ അവിടെ ഉണ്ടാവണം. ഫലാമഹാലത്ത സംശയമേ ഇല്ല. ഹാഉന ഇവിടത്തിലുണ്ട്. ലംയക്കും ഇൻസാനുൻ എന്ന കദിയയിൽ ഉണ്ട്. ഷൈഉൻ ഒരു വസ്തു ഉണ്ട്. യദുല്ലു ആ ഷൈ അറിയിക്കും. എന്തറിയിക്കും? അലാ അന്നൽ ഹുക്മ ഫീഹാ ലംയക്കും ഇൻസാനുൻ എന്ന കദിയയിലുള്ള ഹുക്മ് അലാ കമ്മിയത്തി അഫ്റാദിൽ മൗലൂഇന്റെ അഫ്റാദിന്റെ കമ്മിയത്തിന്റെ മേലിലാണെന്നറിയിക്കും. ഇവിടെ കമ്മിയത്ത് കുല്ലിയത്തായ കമ്മിയത്താണെന്ന് മാത്രം. കമ്മിയത്തിന്റെ മേൽ അറിയിക്കാത്തപ്പോഴാണല്ലോ മുഹമ്മദയാവല്. ഇവിടെ എന്താണ്? മൗലൂഇന്റെ അഫ്റാദിന്റെ കമ്മിയത്തിന്റെ മേലിലാണ് ഹുക്മ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന ഒരു ഷൈ ഇവിടെയുണ്ട്. ആരാണ് ആ ഷൈ? വലാ നഇനി ബിസ്സൂരി സൂറ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. സിവാഹാദ ഈ അറിയിക്കുന്ന ഈ ദാലിനെ അല്ലാതെ. ആ ദാല് ഇവിടെ ആരാണ്? ആ ദാല് ഉറൂദുൽ മൗലൂഉ ഫീ സിയാഖിൻ നഫീ തന്നെയാണ്. നക്കിറയായ മൗലൂഉ, നക്കിറത്തായ മൗലൂഉ നഫിന്റെ സിയാക്കിൽ വരലാണ് ആ സൂറ്. ഇവിടെ സൂറ് ഉണ്ട് എന്നതാണ് യഥാർത്ഥം. വഹീനൈദിൻ അങ്ങനെ വരുമ്പോൾ സൂറ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അഫ്റാദിന്റെ കമ്മിയത്തിന്റെ മേൽ അറിയിക്കുന്ന ഒരു ഷൈ ആണ്. അത് ലഫ്ള് അല്ലെങ്കിലും കമ്മിയത്തിന്റെ മേൽ അറിയിക്കുന്ന ഒരു ഷൈ ആണ് സൂറ് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് വെക്കുമ്പോൾ യന്തഫിഉ മാ ഖീല തട്ടിപ്പോകും. എന്താണ് മാ ഖീല? സമ്മാഹ കായില് ഇതിന് പേര് വെച്ചത് മുഹമ്മലത്ത് എന്ന് പേര് പറഞ്ഞത് ബിഇത്തിബാരി അദമിസ്സൂരി അദമുസ്സൂറിനെ ഈത്തിബാറ് ചെയ്ത കാരണം കൊണ്ടാണ്. ഇവിടെ സംഗതി സാലിബത്തുൽ കുല്ലിയത്ത് തന്നെയാണ്.
പക്ഷേ ഖായില് സാലിബ മുഹമ്മലാന്ന് പേര് പറയാനുള്ള കാരണം സൂറ് ലഫ്ദിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതിന് മുസന്നിഫ് പറയുന്നത് സൂറ് എന്ന് പറഞ്ഞാൽ ലഫ്ദി ആവണമെന്നില്ല, അതിന്റെ ആ രൂപരേഖ, അതിന്റെ ആ സൂറത്ത് അറിയിച്ചാലും മതി. ഇവിടെ നഫിയുടെ പിന്നിൽ നെക്കിറ വരൽ എന്നതാണ് എന്ത് ഇവിടെ സൂറ്. അപ്പോൾ പിന്നെ മുഹമ്മലത്ത് എന്ന് പേര് വെക്കാനുള്ള കാരണം അതമ സൂറിന്റെ ഇല്ലായ്മയെ ഇഅ്തിബാർ ചെയ്തതുകൊണ്ടാണ് ഖായില് ഇതിന് മുഹമ്മലത്ത് എന്ന് പേര് പറഞ്ഞത് എന്ന വാദം ശരിയാവൂല. കാരണം അത് മുന്തഫിയാകും. സൂറ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടെ പറഞ്ഞല്ലോ ഷൈഉൻ ഒരു ഷൈ ആണ്. മൗളൂഇന്റെ അഫ്റാദിന്റെ കമ്മിയത്തിന്റെ മേൽ അറിയിക്കുന്ന ഒരു ഷൈ, അത് ഇവിടെയുമുണ്ട്, ലമ്യക്കും ഇൻസാനിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സാലിബ മുഹമ്മലത്തല്ല, സാലിബത്തുൽ കുല്ലിയത്താണ്. ഞാൻ ഒരു രണ്ടുപേര് എന്ത് പേര് പറഞ്ഞാലും നമുക്ക് വിരോധമല്ല. ഒരാൾ പറഞ്ഞു സാലിബ കുല്ലിയത്തിന്റെ കുവ്വത്തിലുള്ള സാലിബത്ത് മുഹമ്മലത്താണ്, മറ്റൊരാൾ പറഞ്ഞു സാലിബത്ത് മുഹമ്മലത്ത് അല്ല, സാലിബത്തുൽ കുല്ലിയത്ത് തന്നെയാണ്. അർത്ഥം രണ്ടു കൂട്ടരുടെ അടുക്കൽ ഒന്ന് തന്നെയാണ്. അപ്പൊ ഖിലാഫ് ലഫ്ലിയാണ് എന്ന് മാത്രം. പിന്നെ ഇനി ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറയുന്നു, വഖാല അബ്ദുൽ ഖാഹിർ, ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇൻകാനത്ത് കലിമത്തു കുല്ലി, കുല്ല് എന്ന കലിമത്ത് ആയാൽ, ദാഖിലത്തൻ അത് കടന്നതായാൽ, ഫി ഹയ്യിസിൻ നഫിയി നെഫിന്റെ ഹയ്യിസിൽ കടന്നാൽ, നെഫിന്റെ ഹയ്യിസിൽ കടക്കാന്ന് പറഞ്ഞാൽ നെഫിന്റെ സ്ഥാനത്ത് കടന്നാൽ എന്നർത്ഥം. സ്ഥാനത്ത് കടക്കൽ എങ്ങനെയാണ്? ബി അൻ ഉഖിറത്ത് അൻ അദാത്തിഹി, അതാണ് ആ കുല്ല് എന്ന കലിമത്തിന് പിന്തിക്കപ്പെടലുകൊണ്ട് അൻ അദാത്തിഹി, നെഫിന്റെ അദാത്തിനെ തൊട്ട് പിന്തിക്കപ്പെടലുകൊണ്ട്, അങ്ങനെയാണ് നെഫിന്റെ ഹയ്യിസിൽ കടക്കുക. ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറയുകയാണ്. അപ്പോ ഈ ഖായില് പറഞ്ഞത് ഇതിൽ ഉൾപ്പെടും. ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ ഈ ഇബാറത്തിൽ ഖായിലിന്റെ ഈ ലംയക്കും കുല്ലു ഇൻസാനിൻ, ഈ രണ്ടാമത്തെ സൂറത്ത് ഉൾപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ സൂറത്തും ഉൾപ്പെടും, അത് പിന്നീട് പറയും. സവാവും കാനത്ത്, അപ്പൊ എന്താ പറഞ്ഞത്? വഖാല അബ്ദുൽ ഖാഹിർ, ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇൻകാനത്ത് കലിമത്തു കുല്ലി, കുല്ല് എന്ന കലിമത്തായാൽ, ദാഖിലത്തൻ കടന്നതായാൽ, ഫി ഹയ്യിസിൻ നഫി നഫിയുടെ ഹയ്യിസിൽ കടന്നാൽ. അതെങ്ങനെ നഫിന്റെ ഹയ്യിസിൽ കടക്കല്? ബിഅൻ ഉഖിറത്ത്, ഈ കുല്ലിനെ പിന്തിക്കപ്പെടലുകൊണ്ട്, കുല്ലെന്ന കലിമത്തിന് അൻ അദാത്തിഹി, നഫിന്റെ അദാത്തിനെ തൊട്ട് പിന്തിക്കപ്പെടാം. അപ്പോ നഫിന്റെ അദാത്തിന്റെ പിന്നിൽ കുല്ല് വന്നാൽ, അതെ, ലംയക്കും കുല്ലു ഇൻസാനിൻ എന്ന് ഖായിലിന്റെ ഇപ്പോ രണ്ടാമത് പറഞ്ഞ ലംയക്കും കുല്ലു ഇൻസാനിൻ, അതെ, നഫിന്റെ പിന്നിൽ അവിടെ വന്നിട്ടുണ്ട്. ലംയക്കും കുല്ലു ഇൻസാനിൻ, കുല്ലെന്തായി? നഫിന്റെ പിന്നിൽ വന്നു. സവാവും കാനത്ത്, ആ കുല്ലാവട്ടെ, മഅമൂലത്തൻ ലി അദാത്തിൻ നഫി, നഫിന്റെ അദാത്തിനുള്ള മഅമൂലാവട്ടെ. ഇപ്പൊ എന്താ പറഞ്ഞത്? കുല്ലെന്ന കലിമത്ത് നഫിന്റെ ഹയ്യിസിൽ കടക്കുക, അത് കടക്കുന്ന രൂപം നഫിന്റെ അദാത്തിനെ തൊട്ട് പിന്തിക്കപ്പെടലുകൊണ്ട്.
അവിടെ സവാഉൻ കാനത്ത് ഈ കുല്ലാവട്ടെ മഅമൂലത്തൻ അദാത്തിൻ നഫി, നഫിന്റെ അദാത്തിന് മഅമൂലാവട്ടെ. നഫിന്റെ അദാത്തിന് മഅമൂലാവലെങ്ങനെയാ? അതെ, നഫിന്റെ അദാത്തിന് മഅമൂലാവുക അല്ലേ? പിന്നെ മാ ജാഅൽ ഖൗമു കുല്ലുഹും, അല്ല, നഫിന്റെ അദാത്തിന് മഅമൂലാകാന്ന. അതായത് മാ കുല്ലു മുത്തമന്നൽ മർഇ ഹാസിലൻ, അവിടെ നഫിന്റെ അദാത്തിന് മഅമൂലായി. മാ കുല്ലു മുത്തമന്നൽ മർഇ ഹാസിലൻ, മനുഷ്യൻ ആ കൊതിച്ചത് മുഴുവനും ഹാസിലാവുകയില്ല. അടമ്മാ വഫിൽ ഹിജാസി മാ കലൈസ മഅബക നഫിയും വതർതീബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ബൈത്തില്. ഹിജാസിക്കാരുടെ അടുക്കൽ മാ എന്താണ്? ലൈസന്റെ അമലിനെ അമൽ ചെയ്യും. അപ്പൊ മാ കുല്ലു മുത്തമന്നൽ മർഇ ഹാസിലൻ, അത് കിതാബിൽ വരാൻ പോകുന്നൊരു ഉദാഹരണം അത് പറഞ്ഞതാണ്. ഇവിടെ കുല്ലെന്തായി? മഅമൂലായി. നഫിന്റെ അദാത്തിന് മഅമൂലാവട്ടെ എന്ന് പറഞ്ഞില്ല, കുല്ലെന്തായി? മഅമൂലായി. ഔല അല്ലെങ്കിൽ മഅമൂലാവാതിരിക്കട്ടെ. മഅമൂലാവാതിരിക്കൽ ഈ ഉദാഹരണം തന്നെ എടുക്കാം. ബനൂ തമീം കബീലക്കാരുടെ അടുക്കൽ മാ കുല്ലു മുത്തമന്നൽ മർഇ ഹാസിലുൻ എന്നാ പറയാ. അവരുടെ അടുക്കൽ മാ അമല് ചെയ്യൂല. അപ്പൊ മാ കുല്ലെന്തായി? നഫിന്റെ അദാത്തിന്റെ മഅമൂലല്ല. അവിടെ കുല്ല് മാറുഫി നഫി കുല്ല് മുബ്തദയാണ്. അപ്പൊ ഇബ്തിദാഇന്റെ മഅമൂലാണ് ആയത്. മാ എന്ന നഫിന്റെ അദാത്തിന്റെ മഅമൂലല്ല. എന്തോ ആവട്ടെ, സവാഉൻ കാനത്ത് കുല്ലെന്ന ലഫ്ള് ആവട്ടെ മഅമൂലത്തൻ ലി അദാത്തിൻ നഫി, നഫിന്റെ അദാത്തിനുള്ള മഅമൂലാവട്ടെ. അത് മാ എന്താണ്? അമല് ചെയ്യുമ്പോൾ മാ ഇസ്മിന് റഫവും ഖബറിന് നസ്ബും ചെയ്യും. മറ്റേ അൽഫിൽ ബൈത്തുണ്ടല്ലോ, ഇമാല ലൈസ ഉഅ്മിലത് മാ ദൂന ഇൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാ ഇമാല ലൈസ ഉഅ്മിലത് മാ ദൂന ഇൻ, ഇന്നുണ്ടാകാൻ പാടില്ല. അപ്പോൾ അവിടെ ലൈസന്റെ അമലിനെ അമൽ ചെയ്യുമ്പോൾ കുല്ല് എന്നുള്ളത് മാ കുല്ലു, മാന്റെ മഅമൂലായി. ഈ മഅമൂലാകാതിരിക്കല് ആ ഉദാഹരണം തന്നെ എടുക്കാം. മാ അമൽ ചെയ്യൂല എന്ന കൗൽ പ്രകാരം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉദാഹരണം എടുത്താലും ശരി. വസവാഉൻ കാനൽ ഖബറു, ഖബറാവട്ടെ ഫീലൻ ഫീലാവട്ടെ. നഹ്വു ശൈഉൻ മാ കുല്ലു മാ യതമന്നൽ മർഉ യുദ്രികുഹു തജ്രി ദിയാഹു ബിമാ ലാ തസ്തഹി സുഫുനൂന. മാ കുല്ലു മാ ഒന്ന് മുഴുവനുമല്ല, യതമന്നൽ മർഉ മനുഷ്യൻ അതിനെ ആശിക്കും, കൊതിക്കും. അങ്ങനത്തെ ഒന്ന് മുഴുവനും അല്ല. യുദ്രികുഹു മർഉ അതിനെ ഇദ്റാക്ക് ചെയ്യുന്നതല്ല. കൊതിച്ചത് മുഴുവനും കിട്ടിക്കോളണമെന്നില്ല. തജ്രി ദിയാഹു ബിമാ ലാ തസ്തഹി സുഫുനൂ, കാറ്റുകൾ നടക്കുന്നതാണ്. ബിമാ ലാ തസ്തഹി സുഫുനു, കപ്പലുകൾ ആശിക്കാത്തതുകൊണ്ട് കാറ്റുകൾ നടക്കും. കപ്പലുകൾ ആശിക്കാത്തത് എന്ന് പറഞ്ഞാൽ കപ്പലിലുള്ള ആളുകൾ ആഗ്രഹിക്കാത്തത് കൊണ്ട് കാറ്റ് നടക്കും.
അതായത് കപ്പലിൽ ഉള്ളവർ ആശിക്കുന്നത് കിഴക്കോട്ട് പോകാനാണ്, കാറ്റ് കപ്പലിനെ പടിഞ്ഞാറോട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇവിടെ എന്താണ് സംഭവം? നെഫിന്റെ ഹയ്യീസിൽ കുല്ല് വന്നു, കുല്ല് ദാഖിലായി മാന്റെ ഹയ്യീസിൽ, അതായത് മാനത്തൊട്ട് പിന്തി. ഇവിടെ വേറൊന്നുമില്ല, മിയൻ ഉഖിറത്തൻ അദാത്തിഹി, ഇങ്ങനെ പിന്തിയാൽ ഇവിടെ കുല്ല് വന്നല്ലോ. ഇവിടെ നെഫിന്റെ ദാത്തിന്റെ മഅമൂലായിട്ടുണ്ട്, മാക്ക് അമലുണ്ട് എന്ന് വെക്കുമ്പോൾ, അമലില്ല എന്ന് പറയുമ്പോൾ മഅമൂല് നെഫിന്റെ ദാത്തിന്റെ മഅമൂലും അല്ല. പിന്നെ ഖബർ ഇവിടെ എന്തായിട്ടുണ്ട്? ഫീലായിട്ടുണ്ട്. ഖബർ ഏതായാലും ഉണ്ടാകും. മാക്ക് അമലുണ്ടെങ്കിൽ മാന്റെ ഖബർ, മാ നെഫിന്റെ ദാത്തിന് അമലില്ലെങ്കിൽ കുല്ലു എന്ന മുസ്നദ് ഇലൈഹിന്റെ ഖബർ ഏതായാലും വേണം. ഇവിടെ ഖബർ ഫീലായതിന് ഉദാഹരണമാണ്. ഔ ഗൈറ ഫീലിൻ, അല്ലെങ്കിൽ ഫീലല്ലാത്തതാവട്ടെ. നഹ്വു ഖൗലിക, നിന്റെ വാക്കുപോലെ. എന്താണ് നിന്റെ വാക്ക്? മാ കുല്ലു മുതമന്നൽ മർഇ ഹാസിലാ, മനുഷ്യൻ കൊതിച്ചത് മുഴുവനും ഹാസിലാകൂല. ഇവിടെ എന്തായി? ഹാസിലൻ എന്ന ഖബർ മാക്ക് അമല് ഉണ്ടായിട്ടു, അമലുണ്ടെങ്കിൽ ഹാസിലൻ എന്ന് വായിക്കണം. അപ്പൊ മാന്റെ ഖബറായി. മാക്ക് അമലില്ലെങ്കിലോ ഹാസിലുൻ എന്ന് വായിക്കണം. അപ്പൊ കുല്ലു എന്ന മൂത്താന്റെ ഖബറായി. രണ്ടായാലും ഇവിടെ ഖബർ എന്തല്ല? ഫീലല്ല. അപ്പോൾ ഖബർ ഫീലാവട്ടെ, ഫീലാകാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇനി ഔ മഅമൂലത്തൻ ലിൽ ഫീലിൽ മൻഫിയി, അല്ലെങ്കിൽ കുല്ലാരായി മൻഫിയായ ഫീലിനുള്ള മഅമൂലാക്കപ്പെട്ടാൽ എന്നർത്ഥം വെക്കണം. മൻഫിയായ ഫീലിന് മഅമൂലാക്കപ്പെട്ടു. ആരെ? കുല്ലിനെ. നെഫിന്റെ ദാത്തിന്റെ മഅമൂലാവട്ടെ ആവാതിരിക്കട്ടെ എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് മൻഫിയായ ഫീലിനുള്ള മഅമൂലാക്കപ്പെട്ടു. അപ്പൊ ആദ്യം പറഞ്ഞുകൊടുത്ത് മൻഫിയായ ഫീലിന്റെ മഅമൂലാകാത്ത രൂപമാവണം. നെഫിന്റെ അദാത്തിനെ തൊട്ട് പിന്തിക്കപ്പെടുന്ന സമയത്ത് ഈ കുല്ല് എന്താവാം? മൻഫിയായ ഫീലിന്റെ മഅമൂലും ആവാം, മഅമൂല് ആകാതിരിക്കുകയും ചെയ്യാം. കേട്ടോ? അപ്പോ നെഫിന്റെ അദാത്തിനെ തൊട്ട് പിന്തിക്കപ്പെടുന്നതിൽ രണ്ട് സൂറത്തുണ്ട്. ഒന്ന് നെഫിന്റെ മൻഫിയായ ഫീലിന്റെ മഅമൂലാകുന്ന സൂറത്തും അതിൽപ്പെടും, മഅമൂലാകാത്ത സൂറത്തും പെടും. അപ്പോൾ ആദ്യം പറഞ്ഞ സ്ഥലത്ത് നെഫിന്റെ അദാത്തിനെ തൊട്ട് പിന്തിക്കപ്പെടലുകൊണ്ട് എന്ന് പറഞ്ഞല്ലോ. അവിടെ മൻഫിയാ ഫീലിന്റെ മഅമൂല് ആകാത്ത നിലയിൽ പിന്തിക്കപ്പെട്ടോടുത്ത് എന്ന് വെക്കണം. കാരണം ഇത് അതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഇത് പറയേണ്ട ആവശ്യമില്ല. അതാണ് ഔ മഅമൂലത്തല്ലിൽ ഫീലിൽ മൻഫിയി, അല്ലെങ്കിൽ ഈ കുല്ലെന്ന കലിമത്ത് മൻഫിയായ നഫി ചെയ്യപ്പെട്ട ഫീലിനുള്ള മഅമൂലാക്കപ്പെട്ടാൽ. അതുദാഹരണം മാജാ അൽ ഖൗമു, മാജാ അൽ ഖൗമു കുല്ലുഹും. അല്ലെങ്കിൽ നമ്മുടെ ഖായിലിന്റെ ഉദാഹരണം തന്നെ എടുക്കുക. ലം യക്കും കുല്ലു ഇൻസാനിൻ, അത് ലം യക്കും എന്ന മൻഫിയായ ഫീലിന്റെ മഅമൂലായിട്ട് വന്നല്ലോ കുല്ലു ഇൻസാനി. നമ്മുടെ ഖായിലിന്റെ ഉദാഹരണം തന്നെ അത് മതി. ലം യക്കും കുല്ലു ഇൻസാനിൻ എന്ന് പറഞ്ഞോടത്ത് ഖായില് പറഞ്ഞ ഉദാഹരണം കുല്ലുകൊണ്ട് സൂറ് കൊടുക്കപ്പെട്ട മുസ്നദിലേക്ക് പിന്തി വന്നു. നെഫിന്റെ അർഫിനോട് അന്വരിച്ചതായ മുസ്നദിനേക്കാൾ പിന്തി വന്നോടത്ത് കുല്ലെന്തായി? മൻഫിയായ ഫീലിന്റെ മഅമൂലായിട്ട് വരും. ലം യക്കും കുല്ലു ഇൻസാനിൻ. നേരത്തെ പറഞ്ഞ ഉദാഹരണം ഇവിടെ യോജിക്കും. ഇനി പറയുന്നു മൻഫിയായ ഫീലിന്റെ മഅമൂലാക്കപ്പെട്ടാൽ
അപ്പോൾ അദാത്തിനെ തൊട്ട് ബന്ധിക്കപ്പെടലുകൊണ്ട് എന്ന് പറഞ്ഞു നേരത്തെ. കുല്ലെന്ന കലിമത്ത് നഫിന്റെ ഹയ്യിസിൽ കടന്നാൽ അതെങ്ങനെ അദാത്തിനെ തൊട്ട് ബന്ധിക്കപ്പെടലുകൊണ്ട്. അദാത്തിനെ തൊട്ട് ബന്ധിക്കപ്പെടുന്ന സ്ഥലത്ത് ഏതാവാം? മൻഫിയായ ഫീലിന്റെ മഅമൂലാവുകയും ചെയ്യാം, ആവാതിരിക്കുകയും ചെയ്യാം. അപ്പൊ ഇവിടെ ഇത് രണ്ടാമത് പറഞ്ഞതുകൊണ്ട് ആദ്യം പറഞ്ഞ സ്ഥലത്ത് മഅമൂലാകാത്ത രൂപം വെച്ചോളണം. ഉദാഹരണം അങ്ങനെയാണ് മനസ്സിലാക്കി തരുന്നത്. മാ കുല്ലു മാ യതമന്നൽ മർഉ യുദ്രികുഹു തജ്രി ദിയാഹു ബിമാ ലാ തസ്തഹി സുഫുനു എന്ന് പറഞ്ഞ ഉദാഹരണത്തിൽ ഇവിടെ കുല്ല് എന്തായിട്ടില്ല? മൻഫിയായ ഫീലിന്റെ മഅമൂലായിട്ട് വന്നിട്ടില്ല. അതേ സമയത്ത് നഫിന്റെ ഹയ്യിസിൽ വന്നു, നഫിന്റെ ദാത്തിന്റെ മഅമൂലായിട്ട് വന്നു, മൻഫിയായ ഫീലിന്റെ മഅമൂലായി അവിടെ വന്നിട്ടില്ല കേട്ടോ. അവിടെ നഫിന്റെ ദാത്തിന്റെ മഅമൂലായിട്ടാണ് വന്നത്. പിന്നെ അവ രണ്ടാമത്തെ ഒരു സൂറത്താണിത്. അല്ലാഹിറു ലാഹിർ അന്നഹു ഔ മഅമൂലത്തൻ ലിൽ ഫീലിൽ മൻഫിയി എന്ന് പറഞ്ഞത് അത്ഫുൻ അലാ ദാഖിലത്തൻ. ദാഖിലത്തൻ എന്നതിന്റെ മേൽ അത്ഫാണ്, ലാഹിർ അതാണ്. അപ്പൊ എന്താ അർത്ഥം? കുല്ലെന്ന കലിമത്ത് ആയാൽ ദാഖിലത്തൻ കടന്നതായാൽ, ഔ മഅമൂലത്തൻ ലിൽ ഫീലിൽ മൻഫിയി അവിടെ നഫിന്റെ ഹയ്യിസിൽ കടന്നതായാൽ, അല്ലെങ്കിൽ മൻഫിയായ ഫീലിന്റെ മഅമൂലായാൽ എന്നാകും. വലൈസ ബിശദീദിൻ അത് ശരിയല്ല. അങ്ങോട്ട് അത് വെക്കൽ അത്ര ശരിയല്ല. കാരണം എന്താണ് ശരിയല്ല എന്ന് പറയാൻ കാരണം? അവിടെ ഖാസ് അന്നദ്ദുഖൂല ഫീ ഹയ്യിസിൻ നഫി, നഫിന്റെ ഹയ്യിസിൽ കടക്കൽ ഷാമിലുല്ലിദാലിക മൻഫിയായ ഫീലിന്റെ മഅമൂലാവലിനെ ഷാമിലാക്കുന്നതാണ്, അല്ലാത്തതിനെയും ഷാമിലാക്കുന്നതാണ്. അപ്പോൾ മൻഫിയായ നഫിന്റെ ഹയ്യിസിൽ കുല്ലെന്ന കലിമത്ത് കടക്കുമ്പോൾ ആ കടക്കുന്ന സ്ഥലത്ത് രണ്ട് രൂപം വരാം. മൻഫിയായ ഫീലിന്റെ മഅമൂലായിട്ടും വരാം, അല്ലാതെയും വരാം. അപ്പൊ മഅമൂലായിട്ടും വരാലോ. നഫിന്റെ ഹയ്യിസിൽ കടന്നാൽ എന്ന് പറഞ്ഞു കൊടുത്ത് നഫിന്റെ ഹയ്യിസിൽ കടന്നാൽ മതി, മൻഫിയായ ഫീലിന്റെ മഅമൂലാവട്ടെ ആവാതിരിക്കട്ടെ എന്ന് അവിടുന്ന് കിട്ടി. പിന്നെ മൻഫിയായ ഫീലിന്റെ മഅമൂലായാൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഖാസാണ്, അത് ആമാണ്. ഖാസിന് ആമിന്റെ മേൽ അവ്വുണ്ട് അത്ഫ് ചെയ്യൽ പാടില്ലാത്തതുമാണ്. അതുകൊണ്ട് അങ്ങോട്ട് അത്ഫ് ചെയ്യാൻ പറ്റൂല. എന്നാലോ വകദ ഇതേ പ്രകാരം തന്നെയാണ് ശരിയല്ല. ലൗ അതഫ്തഹ ഇതിനെ നീ അത്ഫ് ചെയ്താൽ, ഏതിനെ അത്ഫ് ചെയ്താൽ ഈ ഔ മഅമൂലത്തൻ ലിൽ ഫീലിൽ മൻഫിയി എന്നതിനെ നീ അത്ഫ് ചെയ്താലും, അലാ ഉഖിറത്തിന്റെ മേൽ അത്ഫ് ചെയ്താലും അങ്ങനെ തന്നെയാണ്. അങ്ങോട്ട് അത്ഫ് എങ്ങനെ വെക്കലത്? അതിന് പറയുന്നുണ്ട്. ബിമാന ഔ ജുഇലത്ത് മഅമൂലത്തൻ എന്ന മാനാക്ക്, അതാണ് നമ്മൾ വെച്ചർത്ഥം. അല്ലെങ്കിൽ മൻഫിയായ ഫീലിന് മഅമൂലാക്കപ്പെട്ടാൽ, മഅമൂലാക്കപ്പെടലുകൊണ്ട് രണ്ടും വെക്കാം. അത് രണ്ടും വെക്കാൻ പറ്റൂല. ഉഖിറത്തിന്റെ മേലെ അത്ഫാകുമ്പോൾ എങ്ങനെ വെക്കാൻ പറ്റുള്ളൂ? ബിഅൻ ഉഖിറത്ത് അന്നദാത്തിഹി ആ കുല്ലെന്ന ലഫ്ലിനെ തൊട്ട് പിന്തിക്കപ്പെടലുകൊണ്ട് അന്നദാത്തി ആ കുല്ലെന്ന ലഫ്ലിനെ പിന്തിക്കപ്പെടലുകൊണ്ട് അന്നദാത്തിഹി ഈ നഫിന്റെ ഹയ്യിസിൽ കടന്നതിന് രണ്ട് സൂറത്ത്. ഒന്ന് ബിഅൻ ഉഖിറത്ത് അന്നദാത്തിഹി നഫിന്റെ അദാത്തിനെ തൊട്ട് കുല്ലിനെ പിന്തിക്കപ്പെടലുകൊണ്ട്, ഔ മഅമൂലത്തൻ ലിൽ ഫീലിൽ മൻഫിയി അല്ലെങ്കിൽ എന്താണ് പിന്നെ ഈ കുല്ലിന് മൻഫിയായ ഫീലിനുള്ള മഅമൂലാക്കപ്പെടലുകൊണ്ട് എന്നാകും. അവിടെ ജുഇലത്തിനെ സങ്കല്പിക്കുന്നത് എന്താണ്?
ബിഅൻ ഉഖിറത്ത് എന്നുള്ളത് ഫീലിയായ ജുംലയാണ്. അപ്പൊ ഫീലിയായ ജുംലന്റെ മേൽ ഫീലിയായ ജുംലനെ അത്തഫ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ജുഇലത്ത് എന്ന് സങ്കല്പിക്കുന്നത്. അങ്ങനെ സങ്കല്പിക്കാൻ പറ്റൂലേ എന്നത് മറ്റൊരു ചർച്ചയാണ്. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ എന്തായി? ഔ ജുഇലത്ത് മഅമൂലത്തൻ എന്ന് സങ്കല്പിക്കുമ്പോൾ ഇവിടെ ജുഇലത്ത് എന്ന ആമിലിനെ കളഞ്ഞ് മഅമൂലത്തുൻ ഔ മഅമൂലത്തുൻ എന്ന് വായിക്കണം. അപ്പോ ദാഹിലത്തൻ എന്നതിനെ മേൽ അത്ഫാകുമ്പോൾ ഔ മഅമൂലത്തൻ എന്നാവും. ഈ ജുഇലത്തിന് ഉഖിറത്തുമ്മ ബിഅൻ ഉഖിറത്ത് അല്ലേ, അങ്ങോട്ട് അത്ഫ് വെക്കുമ്പോൾ വകദാലു അത്തഫ്തഹല ഉഖിറത്ത്, ഉഖിറത്തിന്റെ മേൽ നീ അത്ഫാക്കിയാൽ അപ്പോഴാണ് ഔ ജുഇലത്ത് മഅമൂലത്തുൽ ലിൽ ഫീലി. മഅമൂലത്തെന്നല്ല, ജുഇലത്തിന്റെ രണ്ടാം മഫൂലല്ലേ. ഔ ജുഇലത്ത് കുല്ലെന്ന ലഫ്ദിനാക്കപ്പെട്ടു മഅമൂലത്തൻ. ശരിയാണ്, അത് തെറ്റിപ്പോയതാണ്. ദാഹിലത്തൻ എന്നോടത്ത് അത്ഫാക്കിയാലും ഉഖിറത്തിന്റെ മേൽ അത്ഫാക്കിയാലും മഅമൂലത്തൻ എന്ന് തന്നെ വായിക്കുക, ജുഇലത്തിന്റെ രണ്ടാം മഫൂലായിട്ട്. ശരിയാ, മഅമൂലത്തെന്ന് വായിക്കാൻ പറ്റൂല. ഔ ജുഇലത്ത് കുല്ലെന്ന ലഫ്ദിനെ ആക്കപ്പെട്ടു മഅമൂലത്തൻ, മഅമൂലാക്കപ്പെട്ടു എന്ന് ഒരു ജുഇലത്തിനെ അവിടെ തഖ്ദീർ ചെയ്യുകയോ അല്ലെങ്കിൽ ജുഇലത്തിന്റെ മഅന മഅമൂലത്തിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യുക. ആ ഉൾപ്പെടുത്തലാണ് നല്ലത്. കാരണം ജുഇലത്ത് എന്നതിനെ അവിടെ സങ്കല്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം സംഭവിക്കും. എന്താ പ്രശ്നം? ഇവിടെ ഔ കൊണ്ടുള്ള അത്ഫിൽ ആമിലിനെ കളഞ്ഞിട്ട് മഅമൂലിനെ നിലനിർത്തി അത്ഫ് ചെയ്യൽ, അത് വാവിന്റെ പ്രത്യേകതയാണ്. ഔ എന്നതിൽ അത് പാടില്ലാത്തതുമാണ്. അൽഫയിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എവിടെ? വൽഫാവു കത്തുഹുദഫു മഅമാ അതഫത്ത് വൽവാവു ഇദ്ലാ ലബ്സ വഹിയം ഫാറദത്ത്. ഉണ്ടോ? വൽഫാവു ഫാ കത്തുഹുദഫു, ഫായിനെ കളയപ്പെടും മഅമാ അതഫത്ത്, ആ ഫാ അത്ഫ് ചെയ്ത ഒന്നോടുകൂടെ മഅ്തൂഫോടുകൂടെ. വൽവാവു വാവിനെയും കളയപ്പെടും. ഇദ്ലാ ലബ്സ ഇൽത്തിബാസ് ഇല്ലാത്ത സമയത്ത്. ഇനി പറയട്ടെ, വഹിയം ഫാറദത്ത്, വാവ് തനിച്ചിട്ടുണ്ട്. എങ്ങനെ? ബി അത്ഫി ആമീലിൻ മുസാലിൻ ഖദ് ബഖി മഅമൂലുഹു ദഫ്അൻ ലിവഹ്മീനി തുഖി. വഹിയ, ഈ വാവാവുന്നത് ഇൻഫറദത്ത്, അത് തനിച്ചിട്ടുണ്ട്, അത് ഒറ്റക്കായിട്ടുണ്ട്. ബി അത്ഫി ആമിലിൻ മുസാലിൻ, കളയപ്പെട്ട ആമിലിനെ അത്ഫ് ചെയ്യലുകൊണ്ട്. അതിവിടെ നമ്മൾ മനസ്സിലാക്കുക. ജുഇലത്ത് എന്ന ആമിലിനെ കളഞ്ഞു. എങ്ങനത്തെ കളയപ്പെട്ട ആമിലാണ്? ഖദ് ബഖിയ മഅമൂലുഹു, മഅമൂല് ബാക്കിയായിട്ടുണ്ട്. ഔ മഅമൂലത്തൻ എന്ന മഅമൂല്, അത് ജുഇലത്തിന്റെ രണ്ടാം മഫൂലാണല്ലോ. നേരത്തെ നമ്മൾ മഅമൂലത്തുൻ എന്ന് പറഞ്ഞത് ശരിയല്ല, മഅമൂലത്തൻ എന്നത് തന്നെയാണ് ശരി. ദാഖിലത്തൻ അങ്ങോട്ട് അത്ഫായാലും ഉഖിറത്ത് എന്നോടത്ത് അത്ഫായാലും മഅമൂലത്തൻ എന്ന് തന്നെ വായിക്കണം, ജുഇലത്തിന്റെ രണ്ടാം മഫൂലായിട്ട്. അപ്പോൾ മഅമൂല് ബാക്കിയായി. ഏതാ മഅമൂല്? മഅമൂലത്തൻ എന്നുള്ളത്. അത് അങ്ങനെ അത്ഫ് ചെയ്യൽ വാവിന്റെ പ്രത്യേകതയാണ്. ഇവിടെ എന്തല്ല, വാവല്ലല്ലോ, ഔവാണ്. അതാണ് ബി അത്ഫി ആമീലിൻ മുസാലിൻ ഖദ് ബഖി മഅമൂലുഹു ദഫ്അൻ ലിവഹ്മീനി തുഖി. കലാമിനെ സൂക്ഷിക്കപ്പെടേണ്ട ഒരു ഗുരുതരമായ ഒരു ഊഹത്തിനെ തട്ടാൻ വേണ്ടി ആമിലിനെ ചിലപ്പോൾ കളയേണ്ടി വരും. ഇതുപോലെ യാ ആദമുസ്കുൻ വസൗജുക, അവിടെ വൽ തസ്കുൻ സൗജുക എന്നാണ്. കാരണം ഉസ്കുൻ എന്നതിന്റെ ലമീറിന്മേലാണ് സൗജുക്കനെ അത്ഫ് ചെയ്തതെങ്കിൽ
അമ്ര ഫീൽ ദാഹിറ ഇസ്മിലേക്ക് റഫി ചെയ്യലെന്ന ഒരു മഹദൂർ അവിടെ വന്നുകൂടും. ആ മഹദൂർ ഇല്ലാതിരിക്കാൻ വേണ്ടി അവിടെ ആമിലിനെ കളഞ്ഞു എന്ന് സങ്കല്പിക്കണം. ഒരു തസ്കുൻ സൗജുക്ക എന്നതാണ് നിയമം. അത് വാവിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ ജുഇലത്ത് എന്നതിനെ സങ്കല്പിക്കുന്നതിനേക്കാളും നല്ലത് മഅമൂലത്തിന് ജുഇലത്തിന്റെ മാന ഉൾപ്പെടുത്തലാണ്. എങ്കിൽ അവിടെ പിന്നെ പ്രശ്നം വരൂല. ഔ മഅമൂലത്തൻ ലിൽ ഫീലിൽ മൻഫിയ്യി, മൻഫിയായ ഫീലിന്റെ മഅമൂലാക്കപ്പെടലുകൊണ്ട് എന്നർത്ഥം വെക്കാം. കാരണം അങ്ങോട്ട് അത്ഫ് ചെയ്താലും ശരിയല്ലാന്നാ പറയുന്നത്. വക്കത ഇതേ പ്രകാരം തന്നെയാണ് ലൗ അത്തഫ്തഹ, ഈ ഔ മഅമൂലത്തൻ ലിൽ ഫീലിൽ മൻഫിയ്യി എന്നതിനെ അത്ഫ് ചെയ്താലും അലാ ഉഖിറത്ത്, ഉഖിറത്തിന്റെ മേൽ അത്ഫ് ചെയ്താലും. എങ്ങനെ ഉഖിറത്തിന്റെ മേൽ അത്ഫ് ചെയ്യല്? ബിമാന ഔ ജുഇലത്ത് മഅമൂലത്തൻ, ആ കുല്ലെന്ന ലഫ്ദിനെന്താക്കി മഅമൂലത്തൻ മൻഫിയായ ഫീലിന്റെ മഅമൂലാക്കപ്പെടലുകൊണ്ട് എന്ന അർത്ഥം വെക്കണം. കാരണം ലഅന്നത്തഹീറ അന്നദാത്തിൻ നഫിയിൽ, നഫിന്റെ ദാത്തിനെ തൊട്ട് പിന്തല്, നഫിന്റെ ഹയ്യിസിൽ കടക്കൽ ഏതിനെ ഉൾക്കൊള്ളിക്കും? മൻഫിയ ഫീലിന്റെ മഅമൂലാവെന്നെ ഉൾക്കൊള്ളിക്കുന്നത് പോലെ നഫിന്റെ ദാത്തിനെ തൊട്ട് പിന്തിക്കലും എന്താവും? ഐലൻ വീണ്ടും ഷാമിലുൽ ലിദാലിക, ആ മൻഫിയ ഫീലിന്റെ മഅമൂലാവെന്നെ ഷാമിലാക്കുന്നതാണ്. അപ്പൊ അങ്ങോട്ട് വെച്ചാലും ഈ മൻഫിയ ഫീലിന്റെ മഅമൂലാവൽ ഉൾപ്പെട്ടു, ആദ്യം പറഞ്ഞതിൽ തന്നെ ഉൾപ്പെട്ടു, ദാഖിലത്തിന്റെ മേൽ അത്ഫാക്കിയാലും ഉൾപ്പെട്ടു. അപ്പൊ രണ്ട് സ്ഥലത്തും അത്ഫ് ചെയ്യാൻ പറ്റാതെ വന്നു. കാരണം ഇവിടെ അവ്വകൊണ്ടുള്ള അത്ഫായതുകൊണ്ട പ്രശ്നം. ഖാസിനെ ആമിന്റെ മേൽ അത്ഫ് ചെയ്യും, അത് വാവ് കൊണ്ടാവണം, അവ്വ് കൊണ്ടാവലാണ് പ്രശ്നം. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ ഇല്ലാ യുഖസ്സസ തൈഖീറു, ഇവിടെ ഈ തൈഖീറിനെ ഖാസാക്കപ്പെട്ടാൽ ഒഴികെ ബിമാ ഇദാലം തദ്ഖുലിൽ അദാത്തു അലാ ഫിഇലിൻ ആമിലിൻ ഫീ കുല്ലി, തൈഖീറിനെ ഖാസാക്കപ്പെട്ടാൽ ഒഴികെ, അതായത് ഔ മഅമൂലത്തൻ ലിൽ ഫീലിൻ മൻഫി എന്നത് ബിഅൻ നുഖിറത്തൻ അദാത്തിഹിൽ ഉൾപ്പെടാതിരിക്കണം. അതാണ് പറയുന്നത്. അല്ലാഹുവേ ഇല്ലാ യുഖസ്സസ തൈഖീറു, തൈഖീറിനെ ഖാസാക്കപ്പെട്ടാൽ ഒഴികെ. എന്തുകൊണ്ട് ഖാസാക്കപ്പെടുക? ബിമാ ഇദാലം തദ്ഖുലിൽ അദാത്തു, അദാത്ത് കടക്കാതിരുന്നാലുള്ള ഒന്നുകൊണ്ട്, അദാത്ത് കടന്നിട്ടില്ലെങ്കിൽ ഉള്ള ഒന്നുകൊണ്ട്. എവിടെ? അലാ ഫിഇലിൻ ആമിലിൻ ഫീ കുല്ലി, കുല്ലിൽ ആമിലായ ഒരു ഫിഇലിൽ അദാത്ത് കടക്കാതിരുന്നാലുള്ള ഒന്നുകൊണ്ട് ഖാസാക്കപ്പെട്ടാൽ ഒഴികെ. കാരണം കുല്ലിൽ ആമിലായ ഫീലിൽ അദാത്ത് കടന്നാലോ തൈഖീറിന്റെ അവിടെ എന്ത് വന്നു? കുല്ലിൽ ആമിലായ ഫീലിൽ അദാത്ത് കടന്നെങ്കിൽ ആ തൈഖീറുള്ളോടത്ത് എന്തുണ്ടാവും? മൻഫിയ ഫീലിന്റെ മഅമൂലായിട്ട് വരും. അപ്പൊ തൈഖീറിൽ എന്തുണ്ടാവരുത്? തൈഖീറിൽ, അതായത് കുല്ലിനെ നഫിന്റെ അദാത്തിനെ തൊട്ട് പിന്തിക്കുന്ന സ്ഥലത്ത് ആ തൈഖീറിന്റെ അവിടെ എന്താവണം? അദാത്ത് ആരിൽ കടക്കരുത്? കുല്ലിൽ ആമിലായ ഫീലിൽ അദാത്ത് കടക്കരുത്. കുല്ലിൽ ആമിലായ ഫീലിൽ അദാത്ത് കടക്കരുത്. കുല്ലിൽ ആമിലായ ഫീലിൽ അദാത്ത് കടന്നതിന്റെ ഉദാഹരണം ഇപ്പൊ ലം യക്കും കുല്ലു ഇൻസാനിൻ. കുല്ലിൽ ആമിലായ ഫീല്, അതെ, ലം യക്കും എന്നതിന്റെ ഫായിലാണല്ലോ കുല്ലു ഇൻസാന്. അപ്പോൾ അവിടെ ലമ്മ് കടന്നത് എന്താണ്? യക്കും എന്ന ഫീലിലാണ്. അത് കടക്കാത്തോടത്ത് വെക്കണം. ഉദാഹരണം അങ്ങനെ അറിയിക്കും. അപ്പൊ എന്താകും അർത്ഥം? അപ്പൊ ബിഅൻ നുഖിറത്ത്, ആ കുല്ലിനെ പിന്തിക്കപ്പെടുക, അന്നദാത്തിന്റെ നഫിന്റെ അദാത്തിനെ തൊട്ട് എന്നായി. നേരത്തെ പറഞ്ഞത് ബിഅൻ നുഖിറത്ത് അന്നദാത്തിഹി. എങ്ങനത്തെ അദാത്ത്?
ഒരു കൈത് കൊടുക്കണം. അൽ ഗൈരി ദാഖിലത്തി അലൽ ഫിഇലിൽ ആമിലി ഫീഹാ, കുല്ലിൽ ആമിലായ ഫിഇലിൽ കടന്നത് അല്ലാത്ത നഫിന്റെ ദാത്തിനെ തൊട്ട് ബന്ധിക്കപ്പെടുക. അങ്ങനെ വരുമ്പോൾ അവിടെ എന്താണ്? മൻഫിയ ഫീലിന്റെ മഅമൂലാവൂല. അപ്പോൾ മൻഫിയായ ഫീലിന്റെ മഅമൂല് ആകാത്ത രീതിയിൽ നഫിന്റെ ദാത്തിനെ തൊട്ട് ബന്ധിക്കുക, അല്ലെങ്കിൽ മൻഫിയായ ഫീലിന്റെ മഅമൂലാവുക. മഅമൂലായോർത്ത് ബന്ധിക്കോട്ടെ. അപ്പൊ ബിഅൻ നുഖിറത്ത് എന്ന് പറഞ്ഞോടത്തെന്ത്? മൻഫിയ ഫീലിന്റെ മഅമൂലാകാത്ത സ്ഥലത്ത് എന്ന് ഒരു തഖ്സീസ് കൊടുക്കണം. അതാണ് അലാമ യുഷ്ഇറു ബിഹിൽ മിസാലു, മിസാൽ അറിയിക്കുന്നതനുസരിച്ച്. മിസാല് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തെ തൈഹീറിന്റെ അവിടെ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, മാ കുല്ലു മാ യതമന്നൽ മർഉ യുദ്രികുഹു തജ്രി ദിയാഹു ബിമാ ലാ തസ്തഹി സുഫുനൂ. അവിടെ എന്താണ്? അതാത്ത് മാ കുല്ലു, കുല്ല് എന്നുള്ളത് മാന്റെ ഹയ്യിസിൽ വന്നു. അതായത് മാ എന്ന അതാത്തിനെ തൊട്ട് പിന്തി വന്നു. ഇവിടെ ഈ അദാത്ത് എന്തിൽ കടന്നിട്ടില്ല? കുല്ലിൽ ആമിലായ ഫീലിൽ അദാത്ത് കടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണവരെ. അപ്പോ അങ്ങോട്ട് അത് വെക്കാം. അങ്ങനെ തൈഹീറിന് അങ്ങനെ തഖ്സീസ് കൊടുക്കുമ്പോൾ ഔ മഅമൂലത്തൻ എന്നതിനെ ദാഖിലത്തൻ എന്നോടത്തും അത്ഫാക്കാം, ഉഖിറത്ത് എന്നോ രണ്ട് സ്ഥലത്തേക്കും അത്ഫാക്കാം. ഇഷ്ടം പോലെ ചെയ്യാം, അത് പ്രശ്നമല്ല. തൈഹീറിന് ഈ തഖ്സീസ് അങ്ങോട്ട് കൊടുത്താൽ, കാരണം നഫിന്റെ ഹൈസിൽ കുല്ല് കടക്കുന്നതിന്റെ ഒരു സൂറത്താണ് ബിയാൻ നുഖിറത്ത് അന്നദാത്തിഹി എന്ന് പറഞ്ഞത്. അത് ദാഖിലത്തിന്റെ സൂറത്താണല്ലോ. ആ തൈഹീറിന് എന്ത് തഖ്സീസും കൊടുത്തു? നഫിന്റെ കുല്ലിൽ ആമിലായ ഫീലിൽ കടക്കാത്ത അദാത്ത്. അങ്ങനെ തഖ്സീസ് കൊടുക്കുമ്പോൾ രണ്ട് സ്ഥലത്തേക്കും വത്ഫ് വെച്ചാൽ മൻഫിയായ ഫീലിന്റെ മഅമൂലാവൽ എന്നതിന് അത് ശാമിലാക്കുകയില്ല. മനസ്സിലായിട്ടുണ്ടാവും. ഇനി മഅമൂലാകാന്ന് പറഞ്ഞല്ലോ. അൽ മഅമൂല് പിന്നെന്താണ്? വൽ മഅമൂല് അഅമ്മു, അത് ആമാണ്. ഒരു ഖാസായ മഅമൂലൊന്നുമല്ല, ആമായ മഅമൂലാണ്. വൽ മഅമൂല് അഅമ്മു. എവിടെ കണ്ണ്? മഅമൂല് ആമാണ്. മിന്ന യകൂന ഫായിലൻ, അത് ഫായിലാവാം എന്നതിനാൽ ആമാണ്. അപ്പൊ മഅമൂല്, ഈ കുല്ല് മഅമൂലായിട്ട് വരാന്ന് പറഞ്ഞത് കുല്ല് ഫായിലായിട്ട് വന്നു. ഔ മഫ്ഊലൻ, അല്ലെങ്കിൽ കുല്ല് ഈ മഅമൂല് മഫ്ഊലാവാം എന്നതിനാലും ആമാണ്. ഔ തൈക്കീദൻ, അല്ലെങ്കിൽ തൈക്കീദാവാം. കാരണം തൈക്കീദ് മഅമൂൽ തന്നെയാണല്ലോ. മുഅക്കിദിന്റെ ആമില് തന്നെയാണ് മുഅക്കദിന്റെ ആമില് തന്നെയാണ് മുഅക്കിദിന്റെയും ആമില്. അപ്പോൾ മുഅക്കിദ് എന്താവും? അതായത് തൈക്കീദ് മഅമൂലാകും. തൈക്കീദായിട്ട് വന്നാലും ശരി. ഔ ഗൈറ ദാലിക, അതല്ലെങ്കിൽ അതല്ലാത്തതായാലും അല്ലാത്തതിനാലും ആമാണ്. അപ്പൊ മഅമൂൽ എന്ന് പറഞ്ഞാൽ ഫായില് എന്ന ഖുസൂസിയത്തില്ല കേട്ടോ. അപ്പോ ഫായിലും ആവാം, മഫൂലും ആവാം, തൈക്കീദും ആവാം, അല്ലാത്തതും ആവാം. നഹ്വു മാ ജാഅനിൽ ഖൗമു കുല്ലുഹും എന്ന് പറയും പോലെ, എന്റെ അടുക്കൽ കൗമ് വന്നിട്ടില്ല, കുല്ലുഹും അവര് എല്ലാവരും വന്നിട്ടില്ല എന്നാ. ഇങ്ങനെ വന്നാൽ അതിന്റെ ജവാബ് ഇതുവരെ എത്തിയിട്ടില്ല. ഫി തൈക്കീദിൽ ഫായിലി, ഫായിലിനെ തൈക്കീദ് ചെയ്യുന്നതില് അൽ ഖൗമു എന്ന ഫായിലിനെ തൈക്കീദ് ചെയ്തു. അപ്പൊ കുല്ലും എന്തിനാണ്? മഅമൂലായിട്ട് വന്നു. കാരണം മഅമൂലിന്റെ മുഅക്കിദും മഅമൂല് തന്നെയാണ്. വമാ ജാഅനി, എന്റെ അടുക്കൽ വന്നിട്ടില്ല, കുല്ലുൽ ഖൗമി എല്ലാ ഖൗമും. അവിടെ കുല്ല് തന്നെ ലഫ്ലിൽ ഫായിലായിട്ട് വന്നു.
ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ മൈനയിലാണ് ഫായിലായത്, ഇപ്പോൾ ലഫ്ലിൽ തന്നെ ഫായിലായി. ഫിൽ ഫായിലി, ഫായിലിന്റെ ഉദാഹരണത്തിൽ. അപ്പൊ രണ്ട് ഉദാഹരണം ഇവിടെ പറഞ്ഞതിൽ കുല്ലാണല്ല നമ്മളെ മൗലൂഅ്. കുല്ല് തൈക്കീദായി വന്ന ഉദാഹരണം ആദ്യം പറഞ്ഞു, കുല്ല് ഫായിലായി വന്ന ഉദാഹരണം രണ്ടാമതും പറഞ്ഞു. അതെന്താ കാരണം? അതാണ് പറയുന്നത്. എന്ത്? വഖുദ്ദിമ മിസാലു തൈക്കീദി, അല്ലെങ്കിൽ വഖദ്ദമ മിസാലത്ത ഇക്കീദി എന്നും വായിക്കാം. മുസന്നിഫ് മുന്തിച്ചു മിസാലത്ത ഇക്കീദി, തൈക്കീദിന്റെ മിസാലിനെ. മാ ജാഅനിൽ ഖൗമു കുല്ലുഹും വകുല്ലൻ ദുകുറു ഫിശ്ശുമൂലി വകില കിൽതാ ജമീഅൻ ബില്ലമീരി മൂസലാ. തൈക്കീദിന്റെ മിസാലിനെ മുന്തിച്ചു അലൽ ഫായിലി, ഫായിലിന്റെ മിസാലിനേക്കാൾ. ഫായിലിനേക്കാൾ മുന്തിച്ചു എന്നല്ല, ഫായിലിന്റെ മിസാലിനേക്കാൾ. ജാനി കുല്ലുൽ ഖൗമി എന്ന് ഫായിലിന്റെ മിസാലാണ്. അവിടെ കുല്ല് ഫായിലായിട്ട് വന്നതാണ്. കാരണം തൈക്കീദിന്റെ മിസാലിനെ മുന്തിച്ചു, ഫായിലിന്റെ മിസാലിനേക്കാൾ മുന്തിച്ചു. അതിന്റെ കാരണം എന്താ? ലിഅന്ന കുല്ലൻ അസ്ലുൻ ഫീഹി, കുല്ല് തൈക്കീദിലാണല്ലോ അസ്ല്. അതുകൊണ്ടാണ് തൈക്കീദിന്റെ ഉദാഹരണം മുന്തിച്ചത്. രണ്ട് സ്ഥലത്തും കുല്ലെന്താണ് മഅമൂലായിട്ട് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്ഥലത്ത് മഅനയിൽ ഫായിലായിട്ട് വന്നു, അതായത് മുഅക്കിദായിട്ട് വന്നു. അപ്പോൾ ഖൗമു എന്നതിന്റെ ആമിലായ ജാഅ, അത് തന്നെയാണ് കുല്ലുഹും എന്ന കുല്ലിന്റെയും ആമില്. രണ്ടാമത്തെ സ്ഥലത്ത് കുല്ല് ലഫ്ലിൽ തന്നെ ഫായിലായിട്ട് വന്നു. ഇനി പറയട്ടെ, ഔലം ആഹുദു കുല്ല ദറാഹിമി, എല്ലാ ദിർഹമിനെയും ഞാൻ പിടിച്ചിട്ടില്ല. അവിടെ കുല്ലെന്താണ് ലഫ്ലിൽ മഫ്ഊലായിട്ട് വന്നു. ഫിൽ മഫ്ഊലിൽ മുതഅഖിരി, പിന്നെ മഫ്ഊലിൽ നഫിന്റെ ഹയ്യിസിലാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാം നഫിന്റെ ഹയ്യിസിലാണ് വന്നിട്ടുള്ളത്. മഅമൂലായിട്ട് വരികയും ചെയ്തു. ഔ കുല്ല ദറാഹിമി ലം ആഖുദ്, എല്ലാ ദിർഹമിനെയും ഞാൻ പിടിച്ചിട്ടില്ല. ഫിൽ മഫൂലിൽ മുതഖദ്ദിമി, മുന്തിയതായ മുതഖദ്ദിമായ മഫൂലിൽ. അവിടെ കുല്ല് മുന്തി വന്നു. ആരേക്കാൾ? നഫിന്റെ ദാത്തിനേക്കാൾ. പക്ഷേ അപ്പോൾ അവിടെ ഹയ്യിസിൽ വന്നോ? വന്നില്ലേ? ഹയ്യിസിൽ വന്നിട്ടുണ്ട്. കാരണം കുല്ലദ്ദറാഹിമി എന്ന് ലംആഖുദിനേക്കാളും അതിന് തഖദ്ദുമുണ്ടെങ്കിലും ലഫ്ലിലെ തഖദ്ദുമുള്ളൂ. എന്തിലില്ല? റുത്ബയിൽ തഖദ്ദുമില്ല. കാരണം അസ്ലെന്താണ്? ഇവിടെ പിന്തലാണ്. ഇങ്ങനെയാണല്ലോ. വല്ലസുലു ഫിൽ ഫാഇലി അൻ യത്തസില വല്ലസുലു ഫിൽ മഫൂലി അൻ യൻഫാസില വഖദ് യജാഉ ബിഖിലാഫിൽ ഹാസിലി വഖദ് യജിൽ മഫൂലു ഖബ്ലൽ ഫീഇലി. ഫീലിന്റെ മുമ്പ് മഫൂൽ വന്നതാണ്. അപ്പോൾ ഇവിടെ ലഫ്ലിൽ മുന്തിയിട്ടുണ്ടെങ്കിലും റുത്തുബയിൽ ഇവിടെ എന്താണ്? നഫിന്റെ ഹയ്യിസിൽ തന്നെയാണ് കുല്ലുള്ളത്. വക്കത ഇതേ പ്രകാരം തന്നെയാണ്. അപ്പൊ ഇവിടെ എത്തി നമ്മൾ ഔ കുല്ലദ്ദറാഹിമി ലം ആഖുദ് ഫിൽ മഫൂലിൽ മുതഖദ്ദിമി, മുന്തിയതായ മഫൂലിൽ. വക്കത ലം ആഖുദു ദറാഹിമ കുല്ലഹ, എല്ലാ ദിർഹമുകളെയും നമ്മൾ പിടിച്ചിട്ടില്ല. ഇവിടെ എന്താണ്? കുല്ല് ഇവിടെ എന്തായി? മഫൂലിന് തൈക്കീദായിട്ട് വന്നു. അപ്പോൾ ഇവിടെ കുല്ല് മഅമൂലായിട്ട് വന്നിട്ടുണ്ട്. അത് പിന്നെയും വന്നു. അവിദ്ദറാഹിമ കുല്ലഹ ലം ആഖുദ്, എല്ലാ ദിർഹമുകളെയും നമ്മൾ പിടിച്ചിട്ടില്ല. അവിടെ എന്തായി? അവിടെ മുന്തി വന്നു. അത് തന്നെ കുല്ല് മഫൂലിന് തൈക്കീദായിട്ട് മുന്തി വന്നു. ലമ്മാഹുദു ദറാഹിമ കുല്ലഹ എന്നാണ് ആദ്യം പറഞ്ഞത്. ഒക്കതാ ലം ആഹുദ് അദ്ദറാഹിമ കുല്ലഹ, അവിടെ പിന്തി വന്നിക്കാണ് കുല്ല് തൈക്കീദായിട്ട്. അവിദ്ദറാഹിമ കുല്ലഹ ലം ആഹുദ്, അവിടെ കുല്ല് മുന്തി വന്നു തൈക്കീദായിട്ട്.
പക്ഷെ ഇവിടെയൊക്കെ റുത്തുബയിൽ നഫിന്റെ ഹൈസിൽ തന്നെയാണ്. ഇങ്ങനെ വന്നാൽ ഫഫി ജമീ ഹാദിഹി സുവരി, ഈ സൂറത്തുകൾ എല്ലാ സ്ഥലത്തും തവജ്ജഹൻ നഫിയു, നഫി തിരിയുന്നതാണ്, നേരിടുന്നതാണ്. ആരിലേക്ക്? ഇലശുമൂലി, ഷുമൂലിലേക്ക്, ഖാസ ഷുമൂലിലേക്ക് മാത്രം. ഉമൂമില്ല എന്ന് വരും. ഉമൂമില്ല എന്നാണ് വരിക എന്നല്ലാതെ ലാ ഇല അസ്ലിൽ ഫീലി, അസ്ലി ഫീലിലേക്കല്ല. അസ്ലി ഫീലിലേക്കാകുമ്പോ ആ ഫീല് തന്നെ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് വരും. ഇവിടെ അങ്ങനെ ഫീൽ ഉണ്ടായിട്ടില്ല എന്നർത്ഥമില്ല, ഷുമൂലില്ല എന്നേ കിട്ടുള്ളൂ. ഈ ഫീല് എല്ലാവർക്കും ഇല്ല എന്നാണ് ഇവിടുന്ന് കിട്ടുക. നഫി ഇങ്ങനെ വന്നോടത്ത് ഈ വന്ന സ്ഥലമൊക്കെ എവിടെയാണ്? അത് നമ്മൾ ആദ്യം പറഞ്ഞു പോന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞത് കുല്ലെന്ന കലിമത്ത് നഫിന്റെ ഹൈസിൽ കടക്കുക, അത് നഫിന്റെ അദാത്തിനെ തൊട്ട് പിന്തി വരിക, പിന്തി വന്ന സ്ഥലവുമുണ്ട്. പിന്നെ അത് മൻഫിയാഫീലിന്റെ മഅമൂലായിട്ട് വന്ന സൂറത്തുമുണ്ട്. ഈ സ്ഥലത്തൊക്കെ മഅമൂലായിട്ട് വരാന്ന് പറഞ്ഞുകൊടുത്ത് എന്ത് മഅമൂലെങ്കിലും ആവട്ടെ, ഫായിലാവട്ടെ, മഫൂലാവട്ടെ, തൈക്കീദാവട്ടെ, അല്ലാത്തതാവട്ടെ, മുന്തി വരട്ടെ, പിന്തി വരട്ടെ, റുത്ബയിൽ പിന്തി വന്നാൽ പിന്തണം എന്ന് മാത്രം. ഇങ്ങനെയുള്ള സ്ഥലത്ത് തവജ്ജഹൻ നഫിയു, നഫിയെ നേരിടും, ഇല ഷുമൂലി, ഷുമൂലിലേക്ക് നേരിടും, ഖാസ്സ ആ ഷുമൂലിലേക്ക് മാത്രം. ലാ ഇല അസ്ലിൽ ഫീലി, അസ്ലി ഫീലിലേക്കല്ല. അതെന്തായി? അസ്ലി ഫീലിലേക്ക് നഫി തിരിഞ്ഞാലോ ഈ ഫീല് തന്നെ ഉണ്ടായിട്ടില്ല എന്നാ വരാ. ഷുമൂലിലേക്ക് തിരിയുമ്പോൾ, ഷുമൂലിലേക്ക് മാത്രം തിരിയുമ്പോൾ ഫീലുണ്ടായിട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും ഉണ്ടായിട്ടില്ല എന്ന് വരും. അപ്പോൾ ഖായിലിന്റെ ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞതും ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞതും കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലായി. മാത്രമല്ല വഅഫാദൽ കലാമു, കലാമു ഫായിദ വെപ്പിക്കും, സുബൂത്തൽ ഫിഇലി, ഈ ഫിഇൽ സാബിത്താവലിനെ. കാരണം അസ്ലി ഫീലിലേക്ക് നഫി തവജ്ജുഹ് ചെയ്യുന്നില്ല. അസ്ലി ഫീലിലേക്ക് നഫി തവജ്ജുഹ് ചെയ്താൽ സുബൂത്തുൽ ഫീൽ ഉണ്ടാവുകയില്ല. കലാമു ഫായിദ വെപ്പിക്കും സുബൂത്തൽ ഫീലി, ഫീൽ സാബിത്താവലിനെ, അത് ഫീൽ വന്നോടുത്ത്. അവിൽ വസിഫി, അല്ലെ വസുഫ് സാബിത്താവലിനെ. വസുഫ് സാബിത്താവൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്ത്? മാ കുല്ലു മുത്തമന്നൽ മർഇ ഹാസിലൻ, അവിടെ ഹാസിൽ എന്നുള്ളത് വസുഫാണ്. വസുഫും ഫീൽ തന്നെയാണ്, എന്നാലും ഫീലാക്കി പറഞ്ഞിട്ടില്ല അവിടെ. അത് രണ്ടും കൂടി ഉൾപ്പെടുത്തി പറഞ്ഞതാണ് അവിടെ. ഫീല് സാബിത്താവുക അവിൽ വസിഫി, അല്ലെ വസുഫ് സാബിത്താവലിനെ ഫായിദ വെപ്പിക്കും. ലി മിമ്മാ ഉളീഫ ഇലൈഹി കുല്ലുൻ, കുല്ലിനെ ഏതൊന്നിലേക്കാണോ ഇലാഫത്ത് ചെയ്യപ്പെട്ടത് അതിൽ നിന്ന് ചിലതിന് ഫീല് സാബിത്താവും, അല്ലെ വസുഫ് സാബിത്താവും. ഉദാഹരണം നമ്മൾ ഖായിൽ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുക. ലം യക്കും കുല്ലു ഇൻസാനിൻ. ഇവിടെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ പറ്റും. അവിടെ കുറെ ഉദാഹരണം പറഞ്ഞല്ലോ. ലം യക്കും കുല്ലു ഇൻസാനിൻ, നമ്മുടെ പഴയ ഉദാഹരണം എടുത്തു നോക്കിയാൽ തന്നെ കുല്ലിന്റെ മുദാഫിലെ ഇൻസാനാണ്. ഇവിടെ നഫി ഷുമൂലിലേക്ക് തിരിയാന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? ലം യക്കും കുല്ലു ഇൻസാനിൻ, എല്ലാ ഇൻസാനും നിന്നിട്ടില്ല, എല്ലാവർക്കും നൃത്തം ഉണ്ടായിട്ടില്ല എന്നാണ്. തീരെ നൃത്തം ഉണ്ടായിട്ടില്ല എന്നല്ല. അസ്ലി ഫീലിലേക്കാകുമ്പോഴോ ഖിയാമ് തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല എന്നാവും. അങ്ങനെ അസ്ലി ഫീലിലേക്ക് ഇവിടെ നഫി തിരിയൂല, ഖിയാമ് തന്നെ സംഭവിച്ചിട്ടില്ല എന്നല്ല അർത്ഥം. പിന്നെന്താണ്? എല്ലാവരും നിന്നിട്ടില്ല എന്നാണ്. ഷുമൂലിലേക്കാണ് നഫി തിരിയുന്നത്. അപ്പോ എല്ലാവരും നിന്നിട്ടില്ല, അതിന്റെ പുറമെ കുറച്ച് ആൾക്കാർ നിന്നു എന്നും കിട്ടും എന്നാണ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞത്. ആ ഫീല് സാബിത്താവണം, ഖിയാമ് സാബിത്താവണം. ആർക്ക്? കുല്ലിന്റെ മുലാഫി ഇലൈഹിയായ ഇൻസാനിൽ നിന്ന് ചില അഫ്റാദിന് സാബിത്താവണം. അതതിന്റെ
മഫ്ഹൂമു മുഖാലഫയായിട്ട് കിട്ടും. അപ്പോൾ മുസന്നിഫ് പറഞ്ഞതും ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തമ്മിലും സ്വല്പം വ്യത്യാസമുണ്ട്. മുസന്നിഫല്ല ഖായില് പറഞ്ഞതും ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറഞ്ഞതും ഈ ഒരു ഉദാഹരണം നമ്മൾ ചിന്തിക്കുമ്പോൾ ലംയക്കും കുല്ലു ഇൻസാനിൻ എന്നുള്ളോടത്ത് ഖായില് പറഞ്ഞത് എന്താണ്? ഖായില് പറഞ്ഞത് അവിടെ ജുംലത്തുൽ അഫ്റാദിനെ തൊട്ടാണ് ഹുക്മിനെ നഫി ചെയ്യുക എന്നാണ്. കാരണം കൊല്ല് കടക്കുന്നതിന് മുമ്പ് ലംയക്കും ഇൻസാനുൻ അത് ഏതായാലും സാലിബ കുല്ലിയത്തിന്റെ കുവ്വത്തിലാണ്, അല്ലെങ്കിൽ സാലിബ കുല്ലിയത്താണ്. മുസന്നിഫിന്റെ ദഅവ പ്രകാരം സാലിബ കുല്ലിയത്താണ്, സാലിബത്ത് കുല്ലിയത്താണ്. ഖായിലിന്റെ ദഅവ പ്രകാരം സാലിബത്ത് കുല്ലിയത്തിന്റെ കുവ്വത്തിലുള്ള സാലിബ മുഹമ്മലിയാണ്. ഏതായാലും സാലിബ കുല്ലിയത്തിന്റെ മായന അവിടെ ഉണ്ട്. അവിടെ കുല്ല് വന്ന് കടക്കുമ്പോൾ അതേ മായന തന്നെ വെച്ചാൽ ഇതിനെ റാജിഹാക്കലാകും. അതുകൊണ്ട് ആ മായന പോയി ജുംലത്തുൽ അഫ്റാദിനെ തൊട്ടാണ് ഹുക്മിനെ നഫി ചെയ്യുന്നത് എന്നാണ് ഖായില് പറഞ്ഞത്. ലം യക്കും കുല്ലു ഇൻസാനിൻ എന്നുള്ളോടത്ത് അല്ലേ, ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്താൽ അതിന് രണ്ട് ഫർദുകളുണ്ട്. കുല്ലു ഫർദിനെ തൊട്ടും ഹുക്മിനെ നഫി ആരും നിന്നിട്ടില്ല എന്നാവാം, കുറച്ച് ആൾക്കാർ നിന്നിട്ടില്ല എന്നും ആവാം. അവിടെ പിന്നെ തീർത്ത് പറയാനുള്ളത് എന്തേ പറ്റുള്ളൂ? കുറച്ചാൾക്കാർ നിന്നിട്ടില്ലാതെ തീർത്ത് പറയാൻ പറ്റുള്ളൂ. അതേസമയത്ത് ആ കുല്ലു ഫർദിനെ തൊട്ടും അവിടെ ഹുക്മിനെ നഫി ചെയ്യലാവാം. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളുടെ ദഅവ പ്രകാരം എന്തേ ആവുള്ളൂ? കുല്ലു ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യൽ അവിടെ ഇല്ല. ഖായിലിന്റെ ദഅവ പ്രകാരം കുല്ലു ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലും അവിടെ ഉണ്ടാവാം, ബഅ്ദുൽ അഫ്റാദിനെ തൊട്ടും ആവാം എന്നാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളുടെ അഭിപ്രായ പ്രകാരമോ കുല്ലു ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യൽ അവിടെ ഇല്ല. അസ്ലി ഫീലിലേക്ക് നഫി തവജ്ജുഹ് ചെയ്യുകയില്ല. പിന്നെന്താണ്? ശുമൂലിലേക്കാണ്. അപ്പൊ എല്ലാവരും നിന്നിട്ടില്ല, ബഅ്ദുൽ അഫ്റാദ് നിന്നു എന്നാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളുടെ വാദം. ഖായിലിന്റെ വാദമോ ബഅ്ദുൽ അഫ്റാദ് നിന്നു എന്ന് കിട്ടുകയില്ല, നിൽക്കാം നിൽക്കാതിരിക്കാം. ഇങ്ങനെ വ്യത്യാസം അതിൽ നിന്ന് മനസ്സിലാക്കണം. അതുപോലെ അതാണ് വഫാദൽ കലാമു ഫായിദ് കൽപ്പിക്കും സുബൂത്തൽ ഫീല് സാബിത്താവലിന് അവിൽ വസിഫി അല്ലെങ്കിൽ വസിഫ് സാബിത്താവലിന് ലിബഅ്ലിൻ മിമ്മാ ഉദീഫ ഇലൈഹി കുല്ലു, കുല്ലിനെ ഏതൊന്നിലേക്കാണോ ഇദാഫത്ത് ചെയ്യപ്പെട്ടത് അതിൽ നിന്ന് ചിലതിന് സാബിത്താവുക. അതെപ്പോഴാണ് ആ ചിലതിന് സാബിത്താവര്? ഇങ്കാനത്ത് കുല്ലുൻ, കുല്ലായാൽ ഫിൽ മാന മൈനയിൽ ഫായിലൻ ഫായിലായാൽ, മൈനയിൽ ഫായിലാകുന്നോടത്ത് ലഫ്ദിൽ ഫായിലാവട്ടെ ആവാതിരിക്കട്ടെ. ലിൽ ഫീലി, ഫീലിനിക്ക് ഫായിലായാൽ, ഫായിലാകുമ്പോഴാണ് ആ ഫീലിനുക്കോ വസുഫിനുക്കോ സാബിത്താവര്. അവിൽ വസുഫ് അലി വസുഫിനിക്ക് ഫായിലായാൽ. എങ്ങനത്തെ ഫീലും വസുഫും? അൽ മദ്കൂരി ഫിൽ കലാമി, കലാമിൽ പറയപ്പെട്ടതായ വസുഫിനോ ഫീലിനോ മൈനയിൽ ഫായിലായാൽ എന്നാണ്. അതെ, മൈനയിൽ ഫായിലാകുമ്പോൾ. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ നമ്മളെടുത്തും ഒന്ന് പരിശോധിച്ച് നോക്കണം. മേൽ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ എന്ത്? മാ കുല്ലു മാ യതമന്നൽ മർഉ യുദ്രികുഹുന, മനുഷ്യൻ ആഗ്രഹിച്ചത് മുഴുവനും എത്തിക്കൂല, അവ ചിലതിനെ എത്തിക്കും എന്നാണ് അവിടുത്തെ അർത്ഥം. മാ കുല്ലു മുത്തമന്നൽ മർഇ ഹാസിലൻ, അത് രണ്ടൊന്നല്ലേ. പിന്നെ മാ ജാഅനിൽ ഖൗമു കുല്ലുഹും, ജനങ്ങൾ എല്ലാവരും വന്നിട്ടില്ല. അപ്പൊ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളുടെ അർത്ഥപ്രകാരം എന്തായി? കുറച്ച് ജനങ്ങൾ വന്നു എന്ന് കിട്ടും. അതെ. പിന്നെ ഒമാ ജാഅനി കുല്ലുൽ ഖൗമി, എല്ലാ കൗമും വന്നിട്ടില്ല, അപ്പൊ കുറച്ച് കൗമ് വന്നു എന്നാണ് കിട്ടുക എന്ന് അവിടെ ലഭിക്കും. പിന്നെ ലം ആഖുദു കുല്ല ദറാഹിമി, എല്ലാ ദിർഹമുകളെയും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് ദിർഹമിനെ എടുത്തു എന്ന് അവിടെ മഫ്ഹൂമു മുഖാലഫ കൊണ്ട് കിട്ടൂന്നാണ് പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ പോട്ടെ, ഔ അഫാദ തഅല്ലുഖഹു, അപ്പൊ എന്താണ്?
കലാമ് ഫായിലേപ്പിക്കും ഫീലോ വസ്ഫോ ബഅദിനിക്ക് സാബിത്താവലിനെ അത് ഫായിലായി വന്നോടത്താണത്. ഔ അഫാദ തഅല്ലുഖഹു അല്ലെങ്കിൽ ആ ഫിഇല് അല്ലെങ്കിൽ വസ്ഫ് ബന്ധിക്കലിനെ ഫായിലേപ്പിക്കും. ഫീല് സാബിത്താകല ബന്ധിക്കുക. ബിഹി അതിനോട്, ഏതിനോട്? ഐ ബി ബഅലി അങ്ങനെയാണ് അവിടെ. വഅഫാദ കലാമു സുബൂത്തുൽ ഫീലി ഔ അഫാദ തഅല്ലുഖുഹു ബിഹി ഐ ബി ബഅലി മിമ്മാ ഇലൈഹി കുല്ലുന്നില്ലേ? അതെ, ഐ ബി ബഅലി മാ ഉദീഫ ഇലൈഹി കുല്ലുന്ന് അവിടെ എഴുതി കൊടുത്തേക്കണത്. ഐ ബി ബഅലി മാ ഉദീഫ ഇലൈഹി കുല്ലുന്ന് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് വേണം. ഐ ബി ബഅലി മാ ഒന്നിൽ നിന്ന് ചിലതിനോട് ബന്ധിക്കാം. ഉദീഫ ഇലൈഹി കുല്ലുൻ അതിലേക്ക് കുല്ലിനെ ഇളാവത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെപ്പോഴാണത്? ഇൻകാനത്ത് കുല്ലുൻ കുല്ലായാൽ ഫിൽമാന മഅനയിൽ മഫൂലായി വന്നാൽ ആർക്കുള്ള മഫൂല്? ലിൽ ഫിഇലി ഫിഇലിനുള്ള മഫൂലായിട്ട് വന്നാൽ അവിൽ വസ്ഫി വസ്ഫിനുള്ള മഫൂലായിട്ട് വന്നാൽ. അതിപ്പോ ഏത് ഉദാഹരണം? ലം ആഖുദു കുല്ല ദറാഹിമീൻ എല്ലാ ദിർഹമിനെയും ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ എന്തായി അവിടെ? എടുക്കല് കുല്ല ദറാഹിമി, കുല്ലിന്റെ മുലാഫില് ഇപ്പൊ അവിടെ എന്താണ്? ദറാഹിമല്ലേ? ചില ദിർഹമിനെ എടുത്തിട്ടുണ്ട് എന്ന് വരും. അതാണ് ഫീല് ബന്ധിക്ക, എടുക്കല് ബന്ധിക്ക. ആരെ? വഅദിനോട്. വഅദെന്താ? ദിർഹമിൽ നിന്ന് ചിലതിനെ. അപ്പൊ എല്ലാ ദിർഹമിനെ ഞാൻ എടുത്തിട്ടില്ല, ചില ദിർഹമിനെ എടുത്തു എന്ന് അവിടെ കിട്ടും എന്നാ പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് കായിലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കായില് മുസ്നദ് ഇലൈഹി ആയി വരുന്നിടത്താണ് നമ്മുടെ കായിലിന്റെ സംസാരം ഉണ്ടായിട്ടുള്ളത്. ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ വിശാലമാക്കി സംസാരിക്കുകയാണ്. അതാണ് ഔ അഫാദ തഅല്ലുഖഹു ഐ തഅല്ലുഖൽ ഫീലി ഫീല് ബന്ധിക്കലിനെ ഫായിദ വെപ്പിക്കും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ. അവിൽ വസ്ഫി അല്ലെങ്കിൽ വസ്ഫ് ബന്ധിക്കലിനെ ബിഹി അതിനോട് ഐ ബി ബഅലി മാ ഉദീഫ ഇലൈഹി കുല്ലുൻ കുല്ലിനെ ഏതൊന്നിലേക്ക് ഇളാവത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതിൽ നിന്ന് ചിലതിനോട് ഈ ഫീല് ബന്ധിക്കുക. എപ്പോഴാണ്? ആ കുല്ല് മഅനയിൽ മഫ്ഊലായിട്ട് വന്നാൽ. അപ്പോൾ എല്ലാ ദിർഹമിനെയും ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അവിടെ മന്ദൂക്കിയമാനെന്താ? എല്ലാത്തിനും എടുത്തിട്ടില്ല എന്നല്ലേ. അവിടെ മഫൂമുണ്ട്, കുറച്ച് ദിർഹമിനെ എടുത്തു, അത് മഫൂമായിട്ട് കിട്ടും എന്നാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ പറഞ്ഞത്. ഇൻകാനത്ത് കുല്ലുൻ എപ്പോഴാണ്? ബഅദിനോട്, കുല്ലിന്റെ മുലാഫിലി ആയ ചിലതിനോട് ആ ഫീലോ വസുഫോ ബന്ധിക്കലിനെ ഫായിദ വെപ്പിക്കുന്നത് എപ്പോഴാണ്? ഇൻകാനത്ത് കുല്ലുൻ കുല്ലായാൽ ഫിൽ മഅന മഅനയിൽ മഫൂലൻ മഫൂലായി വന്നാൽ. ആർക്കലിൽ ഫീലി ഫീലിനുള്ള മഫൂലായിട്ട് വന്നാൽ. അവിൽ വസ്ഫി അല്ലെങ്കിൽ വസ്ഫിനുള്ള മഫൂലായിട്ട് വന്നാൽ. അങ്ങനെ ഫായിദ വെപ്പിക്കുമെന്ന് എങ്ങനെ കിട്ടി? വദാലിക ആ ഫീലോ വസ്ഫോ സാബിത്താവല് ബഅദിനിക്ക് സാബിത്താവല് അല്ലെങ്കിൽ അത് രണ്ടും ബഅദിനോട് ബന്ധിക്കല് ബിദലീലിൽ ഖിത്താബി ഖിത്താബ് എന്ന ദലീല് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അഥവാ മഫ്ഹൂമു മുഖാലഫ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. വശഹാദത്തിൻ ദൗക്കി അഭിരുചി എന്ന സാക്ഷി പത്രം കൊണ്ടും സാക്ഷിത്വം കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. വൽ ഇസ്തിമാലി ഇസ്തിമാല് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യവും ആണ്. പിന്നെ ഇൻഷാ അല്ലാഹ് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.